എക്യൂമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സംഘടിപ്പിച്ച സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിൽ കരോൾ ഗാന മത്സരത്തിലെ ടീമുകൾ തമ്മിൽ നടന്ന പോരാട്ടത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം നടന്നു. 5856 ലൈക്കോടെ കട്ടപ്പന സെന്റ് ജോൺസ് CSI ടീം 1ാം സ്ഥാനം നേടി. സെന്റ് ജോർജ് യാക്കോബായ ചർച്ച് 2ാം സ്ഥാനവും കട്ടപ്പന സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് 3ാം സ്ഥാനവും സ്വന്തമാക്കി. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സംഘടിപ്പിച്ച സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിലെ കരോൾ ഗാന മത്സരത്തിലെ ടീമുകൾ തമ്മിലുള്ള വാശിയേറിയ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനം നടത്തി. ഡിസംബർ 15-ന് നടന്ന പരിപാടിക്ക് ശേഷം 17-ാം തീയതി മുതൽ 29-ാം തീയതി 5 മണി വരെയായിരുന്നു മത്സരം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത കരോൾ ഗാനത്തിന് ഏറ്റവും കൂടുതൽ ലൈക്കുകൾ നേടിയ ടീമാണ് വിജയിച്ചത്. 12 ദിവസമായി നടന്ന മത്സരത്തിൽ 5856 ലൈക്കോടെ കട്ടപ്പന സെന്റ് ജോൺ CSI ചർച്ച് ടീം 1ാം സ്ഥാനം നേടി. 4875 ലൈക്സുമായി 2ാം സ്ഥാനം സെന്റ് ജോർജ് യാക്കോബായ ചർച്ച് ടീം കരസ്ഥമാക്കി. കട്ടപ്പന സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ടീം 1245 ലൈക്സുമായി 3ാം സ്ഥാനവും സ്വന്തമാക്കി. കട്ടപ്പന സെന്റ് ജോൺ CSI ദേവാലയത്തിൽ നടന്ന യോഗത്തിൽ സമ്മാനദാനം നടത്തി. സെന്റ് ജോൺ CSI ചർച്ച് വികാരി ബിനോയ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഒരു ക്രിസ്മസ് ആഘോഷമാണ്. ഒരു വർഷം കഴിയുന്തോറും അതിൻ്റെ ആ ഒരു പ്രൗഢി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 25ാമത് ജൂബിലി പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നടന്നു. അതുപോലെ തന്നെ അതിനേക്കാൾ ഒരുപടി കൂടെ നല്ല നിലയിൽ ഈ വർഷം നടത്തുവാനായിട്ട് കഴിഞ്ഞു. ഏകദേശം 16 സംഗീതങ്ങൾ 16 കൊയറുകൾ പാടി 16 കൊയറുകളുടെയും പാട്ടുകൾ SCN തത്സമയ സംപ്രേഷണം നടത്തി എന്നുള്ളത് മാത്രമല്ല, SCN അത് ഒരു കൂടുതൽ ആളുകളുടെ വ്യൂവേഴ്സും അതുപോലെ കൂടുതൽ അത് ശ്രദ്ധിക്കാൻ വേണ്ടി HCN മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു, YMCA പ്രസിഡന്റ് രജിത് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. YMCA അല്ലാതെ ഒരു സംഘടനയാണെങ്കിൽ ഈ 10-20 വർഷം ഇപ്പൊ തന്നെ നമുക്കറിയാം തുടങ്ങിയത് പ്രാർത്ഥിച്ചിട്ടാണ്. YMCA പ്രോഗ്രാമുകളെല്ലാം പ്രാർത്ഥനയോടെ തുടങ്ങുന്നു, പ്രാർത്ഥനയോടെ അവസാനിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെ നമുക്ക് വലിയ ഒരു വിഷമങ്ങളില്ലാതെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിച്ചത്. 26 വർഷം അത് അന്ന് നേതൃത്വത്തിലുള്ള തന്നെയൊക്കെ പ്രത്യേകിച്ച് ജോർജ് എല്ലാവരും വളരെ ഭംഗിയായിട്ട് നടന്നു പാടി ഒരു വൻ വിജയമായിരുന്നു നമ്മുടെ പ്രോഗ്രാം. നമ്മൾ 2 വർഷമായിട്ട് HCN ചേർന്നിട്ടുണ്ട്. ഒരു സമ്മാനം വരുന്ന ആൾക്കാർക്ക് ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കണമെന്ന് നമുക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അത് HCN ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ ഇതിൽ നടത്താം. എല്ലാവരും ഒരു മത്സരം വെച്ചിട്ട് അതിൽ കുറേ ജഡ്ജസിനെ വിളിച്ച് അവർക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു കൺസെപ്റ്റായിരുന്നു. അതിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യണമെന്ന് തോന്നിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത് ലൈവായിട്ട് കിട്ടുന്നുണ്ട്. അതും ഡേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് അതിനൊരു ലൈക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്ക് നമുക്ക് സമ്മാനം കൊടുക്കാന്നുള്ള രീതിയിൽ HCN കൊണ്ടുവന്നതായിരുന്നു. മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ടീമിന് കട്ടപ്പന എസ്മാർട്ട് നൽകുന്ന 10,001 രൂപയും 2ാം സ്ഥാനം നേടിയ ടീമിന് കട്ടപ്പന ട്രേഡിംഗ് കമ്പനി നൽകുന്ന 7,001 രൂപയും 3ാം സമ്മാനം കരസ്ഥമാക്കിയ ടീമിന് കട്ടപ്പന സെറാ കർട്ടൻസ് നൽകുന്ന 5,001 രൂപയും കൈമാറി. അംഗങ്ങളുമായി എത്തിയാണ് ടീമുകൾ സമ്മാനം ഏറ്റുവാങ്ങിയത്. YMCA സെക്രട്ടറി KJ ജോസഫ്, YMCA എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ്, ട്രഷറർ UC തോമസ്, എക്സിക്യൂട്ടീവ് അംഗം PM ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 27 വർഷമായി നടത്തുന്ന പരിപാടിയിൽ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് HCN ചാനലിന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ മത്സരവും നടത്തിവരുന്നത്. പതിറ്റാണ്ടുകളായി നടത്തിവരുന്ന എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ഈ കൊല്ലത്തെ സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിന് തിരശ്ശീല വീഴുമ്പോൾ 2025-ലെ ക്രിസ്മസിനെ പ്രൗഢഗംഭീരമായി വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ.